ഹായ് ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെയധികം പേഴ്സണലായിട്ട് ഒരുപാട് പേരെ കണക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതായത് നമ്മളൊക്കെ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ടാവും, എന്താണ് ഇതെല്ലാം എനിക്ക് തന്നെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ടൊന്ന് ആലോചിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളും ഒരു വനത്തിൽ അല്ലെങ്കിൽ ഒരു കാട്ടിലുള്ള ഒരു മരവും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ പോയി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മരവും വലിയൊരു വൃക്ഷമായി മാറിയിട്ടില്ല. സ്വന്തം വേരുകളാൽ വെള്ളം തേടി കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഓരോ മരങ്ങളാണ് വലിയ വലിയ വൃക്ഷങ്ങളായിട്ട് ഇപ്പോൾ കാട്ടിലുള്ളത്. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? പ്രയാസങ്ങളില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പ്രയാസങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും നമ്മൾ തളർന്നു പോകും. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത് ഏറ്റവും കൂടുതൽ സൂയിസൈഡിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്കാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? കാരണം പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. എടാ, നീ ഒരു ആണല്ലേ, നീ കരയാൻ പാടുണ്ടോ എന്ന് ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന മുതൽ നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ് പോലും ചിലപ്പോൾ അങ്ങനെ പറയാം. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഫ്രണ്ട്സിനോട് പോലും ചിലപ്പോൾ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് നമ്മളെല്ലാവരും പോകും. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൊത്തി പൊത്തി നമ്മൾ ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ വെച്ച് 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 എന്തുണ്ടാവുക, ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഔട്ട് ബേസ്റ്റ് ചെയ്യും, പ്രശ്നങ്ങളിലോട്ട് കിടക്കും. സങ്കടം സഹിക്കാനാവാതെയാണ് ആ ഒരു പ്രശ്നത്തിലോട്ടൊക്കെ അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള ചിന്തകളിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രയാസങ്ങളാണ് നിങ്ങളെന്നൊരു മനുഷ്യനെ സ്ട്രോങ് ആക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വളരെ ഇപ്പം അടുത്ത് ഉണ്ടായൊരു ഇൻസിഡൻറ്റ് കൂടി പറഞ്ഞത്, വീട്ടിലുണ്ടായൊരു കാര്യം. ഇപ്പോൾ എനിക്ക് 2-3 കാറ്റ്സ് ഉണ്ട്. പേർഷ്യൻ കാറ്റ്സ് ആണ് അവർ. അതേപോലെ തന്നെ വീട്ടിന് ചുറ്റും കുറച്ച് നാടൻ പൂച്ചകളുണ്ട്. ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. ഒരു ദിവസം നോക്കുമ്പോൾ കണ്ട് ഒരു ചേര, പാമ്പിൻ്റെ ചേരയാണ്, പക്ഷെ വലിയ വിഷമുള്ളതല്ല, എന്നാൽ പോലും ആ ഒരു ചേരനെ ഈ ഒരു പൂച്ച, പുറത്ത് നടക്കുന്ന നാടൻ പൂച്ച, അവരെ കടിച്ച് അതിനെ ഓരോ പീസ് ആക്കിയിട്ട് ഇട്ടേക്കാണ് വീടിൻ്റെ പുറത്തായിട്ട്. നമ്മൾ കാണുന്ന പോലത്തെ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്താണല്ലേ, നമ്മളിപ്പോൾ തിന്നാനൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു സ്നേഹം പോലെ, അല്ലെങ്കിൽ ആ ഒരു അവരെ സന്തോഷം പങ്കിടുക, അല്ലെങ്കിൽ അവർ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാണ്ടിട്ടോ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കണമായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവർ പുറത്തിങ്ങനെ നടക്കുന്നതാണ്, അതായത് അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നേരെ മറിച്ച് ഞാൻ വളർത്തുന്ന പേർഷ്യൻ കാറ്റ്സ് ആയിട്ടുള്ള 3 പേരാണെങ്കിലും ശരി, ഇപ്പോൾ ഞാനാണെങ്കിലും ഉപ്പയാണെങ്കിലൊക്കെ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേക കേജ് കാര്യങ്ങളൊക്കെയാണ്. അതായത് പുറത്തുനിന്നൊരു നായ വന്നാൽ പോലും അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അത്രയും സേഫ് ആക്കിയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും കെട്ടിയിട്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പെട്ടെന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയൊക്കെ പൊത്തി പൊത്തി വളർത്തിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ, പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതിനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, വളരെയധികം പ്രശ്നത്തിലാവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഇൻസിഡൻറ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രയാസങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും നിങ്ങൾ തളരും. നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല. അതിന് തീയിൽ കുരുക്ക് തന്നെ വേണം. പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുള്ളൂ, പ്രയാസങ്ങൾ വരല്ലേ എന്നല്ല, ഈ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും എനിക്ക് ഉണ്ടാവണേ എന്നാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പ്രയാസങ്ങൾ ഉറപ്പായിട്ടും വേണം. പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഒരു പ്രയാസമല്ല, പിന്നെ അതിനേക്കാളും വലുത് വരുമ്പോഴാണ് നമുക്കതൊരു ചാലഞ്ചായി തോന്നുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളെ മുന്നിൽ വരുന്ന പ്രയാസങ്ങളെ ചാലഞ്ചായി കാണുക, പ്രോബ്ലംസ് ആയിട്ടല്ല. ചാലഞ്ച് ദി ചാലഞ്ചസ്, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.